പിന്നെ അത്യാവശ്യം എവിടെ എമർജൻസി കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ മുഴുവൻ ഒരു സീസൺ കാലത്തെ മുഴുവൻ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. 5-6 വർഷക്കാലമായി ഈ വർക്കുകൾ ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പൈസ പോലും എഴുതിത്തരാൻ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട്. ഇപ്പോൾ അത് എഴുതാത്ത ഉദ്യോഗസ്ഥൻ ശബരിമല AE സന്തോഷ് സാറാണ്. നമസ്കാരം. തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ വെളിച്ചവും എമർജൻസി യൂണിറ്റുകളിലേക്ക് വൈദ്യുതിയും എത്തിക്കുന്ന കരാറുകാരന് പണം നൽകുന്നില്ലെന്ന പരാതി പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശിയായ വിനോദ് പുളിമൂട്ടിലാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷ കാലാവധിയിൽ തനിക്ക് പണം ലഭിക്കുന്നില്ല. ഇതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ മൂലമാണ് തനിക്ക് പണം ലഭിക്കാത്തതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. ഇപ്പോൾ വിനോദ് നമുക്കൊപ്പമുണ്ട്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഞാൻ ശബരിമലയിൽ സീസൺ കാലത്ത് അവിടുത്തെ എമർജൻസി മെഡിക്കൽ സർവീസ്, ഫയർഫോഴ്സ്, മറ്റ് ടോയ്ലറ്റുകൾ, അവിടെ എമർജൻസി എവിടെയൊക്കെ കറണ്ട് വേണം അവിടെയെല്ലാം വൈദ്യുതിക്ക് വർക്കുകൾ ചെയ്ത് ഇൻസ്പെക്ടറേറ്റിൻ്റെ സാങ്ഷനോടുകൂടി KSEBിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി അവിടുന്ന് കണക്ഷൻ എടുത്ത് ദേവസ്വം ബോർഡിന് നൽകുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ശബരിമല സന്നിധാനത്തേക്ക് വെള്ളമെത്തുന്ന കുന്നാർ ചെക്ക് ഡാം, ഇവിടുത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷയ്ക്കാവശ്യമായ വൈദ്യുതിയും ജനറേറ്ററും എല്ലാം എത്തിക്കുന്ന ജോലി, അതും ഏറ്റവും ദുർഘടമായ ഒരു ജോലിയാണത്. വനത്തിലൂടെ ഏകദേശം 8 കിലോമീറ്ററിനുള്ളിലാണ് ഈ ഡാം. അവിടെ ഇന്ധനം എത്തിച്ച് ജനറേറ്റർ വർക്ക് ചെയ്യിച്ച് ഈ 5-6 വർഷക്കാലമായി ഈ വർക്കുകൾ ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പൈസ പോലും എഴുതിത്തരാൻ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഞാൻ നിരവധി പ്രാവശ്യം പരാതി നൽകുകയും ഇപ്പം വിവരാവകാശം കൊടുത്തു ദേവസ്വം ബോർഡ് ഓഫീസിൽ. വിവരാവകാശം കൊടുത്തിട്ട് വിവരാവകാശത്തിന് മറുപടി തരാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ വർക്ക് ഓർഡറും കാര്യങ്ങളും എല്ലാം ദേവസ്വം ബോർഡിൽ ഉള്ളതാണ്. എന്താണ് എൻ്റെ ബില്ല് എഴുതി നൽകാത്തതെന്നും എനിക്ക് പണം നൽകാത്തതെന്നും എനിക്കറിയുകയില്ല. ഞാൻ ബാങ്കുകളിൽ നിന്ന് ഓടിയും മറ്റ് KSFBയിൽ നിന്നുമൊക്കെ ലോൺ എടുത്താണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നത്. ഈ പൈസ കിട്ടാത്ത കാരണം ഞാൻ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിന് വേണ്ട നടപടി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകണമെന്ന്. ഇപ്പം അത് എഴുതാത്ത ഉദ്യോഗസ്ഥൻ ശബരിമല AE സന്തോഷ് സാറാണ്. 5 വർഷമായിട്ടും അത് നിങ്ങൾക്ക് നൽകുന്നില്ല? ഇല്ല നൽകുന്നില്ല. ആദ്യമേ തന്നെ ലഭിക്കാതെ വന്നപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് കാലതാമസം എടുക്കാറുള്ളതാണ് ഇങ്ങനെയുള്ള വരാനുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ടും തരത്തില്ല മറുപടി നൽകുന്നത്. ഞാൻ 2 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നുണ്ട്. പക്ഷേ ആ പരാതികൾക്കൊന്നും യാതൊരു മറുപടിയും ഇല്ലാതെ ഈ വർഷവും വർക്കുകൾ ചെയ്തു. അപ്പം ഈ വർഷം ഞാനല്ല വർക്ക് ചെയ്തത്, വർക്ക് വേറെ കോൺട്രാക്ടറാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും നാൾ ചെയ്ത ഒരു വർക്കുകൾക്കും എനിക്ക് പൈസ കിട്ടുന്നില്ല. 2024 വർക്ക് ചെയ്തതാ? ഇല്ല, വർക്ക് ചെയ്തു. പക്ഷേ 2024-25 വർക്ക് ചെയ്തു. പക്ഷേ നമുക്ക് പണം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെ സ്റ്റേജിൻ്റെ പെർമനൻറ്റ് ഇലക്ട്രിക് വർക്ക് റീവയറിങ് ചെയ്തു. പത്തനംതിട്ട അഴൂരുള്ള കൊടുന്തറ ക്ഷേത്രത്തിലെ ഇലക്ട്രിക് വർക്ക് മെയിൻ്റനൻസും ചെയ്തു. ഇതൊന്നും ബില്ലുകൾ എഴുതാനോ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര രൂപ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്? ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട്. ഉദ്യോഗസ്ഥർ എന്താണ് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നില്ലേ? ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ടെങ്കിൽ എഴുതാം, ബില്ലെഴുതി തരാം എന്ന് പറയുന്നു. എപ്പോൾ കണ്ട് ചോദിച്ചാലും എഴുതി തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ബില്ലുകളും മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്കറിയില്ല. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇലുമിനേഷൻ? അതെ, മരക്കൂട്ടം മുതൽ സന്നിധാന പരിസര പ്രദേശങ്ങൾ, കുന്നാർ ചെക്ക് ഡാം, ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ടെമ്പററി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഇലുമിനേഷന്, എമർജൻസി മെഡിക്കൽ സർവീസുകൾക്കുള്ള കണക്ഷനുകൾ, അത്യാവശ്യം എവിടെ എമർജൻസി കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ മുഴുവൻ ഒരു സീസൺ കാലത്തെ മുഴുവൻ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. മെയിൻ്റനൻസും എല്ലാം ചെയ്യും? അതെ. സ്റ്റാഫുകളൊക്കെ എത്ര പേരുണ്ടാവും? സ്റ്റാഫുകൾ ഒരു 10-12 പേര് കാണും. അവർക്കെല്ലാം കൃത്യമായ ശമ്പളം എല്ലാം കൊടുത്തോ? എല്ലാം ഇതുവരെയുള്ള എല്ലാ ശമ്പളവും എല്ലാം ഇതുപോലെ ലോൺ എടുത്തൊക്കെ നമ്മൾ കൊടുത്തു തീർത്തു. ഇപ്പം ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല? ലോൺ അടയ്ക്കാനൊക്കാതെ ഞാനിപ്പോൾ പ്രതിസന്ധിയിലാണ്. എന്താണ് ഈ ഇലക്ട്രിക്കൽ മേഖലയിൽ, അതായത് ദേവസ്വം ബോർഡിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപകമായ അഴിമതി എന്ന് നടക്കുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അഴിമതി നടക്കാതെ ഇങ്ങനെ വരത്തില്ലല്ലോ. ഇല്ലെങ്കിൽ കൃത്യമായ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഈ എൻ്റെ ബില്ലുകൾ എഴുതി തരുന്നതിന് ശബരിമല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 ദിവസമേ ഉള്ളൂ ശബരിമല ഇവർക്ക് ഡ്യൂട്ടി. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവർക്ക് ഈ വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ശബരിമല ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഈ ഉദ്യോഗസ്ഥർക്ക്. അവർ ആ സമയത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് കൃത്യമായി എഴുതി തരാം.
അവർ പറയുന്നത് AS കിട്ടിയില്ല, CS കിട്ടിയില്ല എന്ന് പറയുന്നു. ഇത് AS CS ഉണ്ടാക്കുക എന്നുള്ള ജോലി കോൺട്രാക്ടർക്കുള്ളതല്ല, അത് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടുന്ന ജോലിയാണ്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഇത്രയും കാലങ്ങൾ ചെയ്ത വർക്കിന് യാതൊരു വിധമായ കംപ്ലൈൻറ്റോ നോട്ടീസോ എനിക്ക് തന്നിട്ടില്ല. അത് തന്നെയല്ല, ഞങ്ങൾ ഇലക്ട്രിക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിച്ച് ഞങ്ങളുടെ വർക്ക് പെർഫെക്റ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് KSEBിയിൽ കൊടുക്കുകയും KSEBിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് കണക്ഷൻ കൊടുക്കുകയും ആ കണക്ഷൻ്റെ പേയ്മെൻറ്റുകൾ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ യാതൊരു വിധമായ പരാതികളും ഞാൻ ഇന്നേ വർഷം വരെ ഉണ്ടാക്കിയിട്ടില്ല ദേവസ്വം ബോർഡിൽ. ബില്ല് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ എന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇദ്ദേഹം പറയുന്ന ഇതാണ്, കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ചെയ്ത ഇലക്ട്രിക്കൽ വർക്കുകളുടെ തുകയാണ് ലഭിക്കാനുള്ളത്. അത് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെയും പ്രയോജനമുണ്ടായിട്ടില്ല. വിവരാവകാശ അപേക്ഷ നൽകിയിട്ടും അതിനും മറുപടി ലഭിക്കുന്നില്ല എന്ന് വിനോദ് പുളിമൂട്ടിൽ പറയുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധി പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനം. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.